Hello, my dear friends. Welcome back to Next Entropy BTech Tuition. This is Afsal. See this. This is our next problem. Question like a solid cylinder of diameter 4 meter has a height of 3 meters. Find the metacentric height of the cylinder when it is floating in water with its axis vertical and the specific gravity of the cylinder is 0.6. ഈ പ്രോബ്ലം കണ്ടോ, ഈ പ്രോബ്ലത്തിൽ ഒരു സിലിണ്ടർ ആണ് പറയുന്നത്, സിലിണ്ടറിക്കൽ ഷേപ്പ് ഉള്ള സാധനമാണ്. പക്ഷേ ഇതുപോലെ ഇരിക്കും. ദിസ് ഇസ് ദ സിലിണ്ടറിക്കൽ ഷേപ്പ്. കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ക്രോസ് സെക്ഷൻ സിലിണ്ടർ ആണ്. പക്ഷെ ഇവനെ എങ്ങനെയാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഫ്ലോട്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്? വെർട്ടിക്കലി, ആക്സിസ് വെർട്ടിക്കലി ആയിട്ട് നിർത്തി അവനെ ഫ്ലോട്ട് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ പ്രോബ്ലംസ് വരയ്ക്കാനുള്ളത്. നമുക്ക് ആദ്യം ഫിഗറിലേക്ക് പോകാം. ലെറ്റ്സ് സേ ഫോർ ദാറ്റ് വി നീഡ് ടു ഡ്രോ ദ ഫ്രീ സർഫസ് അല്ലേ. ലെറ്റ്സ് സേ ദിസ് ഈസ് ദ ഫ്രീ സർഫസ്. ദിസ് ഈസ് ദ വാട്ട് ഫ്രീ സർഫസ്. ഈ ഫ്രീ സർഫസിൽ നമുക്ക് ആക്സസ് വെർട്ടിക്കലി ആയിട്ടല്ലേ നമ്മൾ അവനെ എന്ത് ചെയ്യാനുള്ളത്, ഫ്ലോട്ട് ചെയ്യിപ്പിക്കാനുള്ളത്. ആക്സസ് വെർട്ടിക്കലി എന്ന് പറഞ്ഞാൽ നമുക്ക് അവനെ എങ്ങനെ ഫ്ലോട്ട് ചെയ്യിപ്പിക്കണം? ലൈക്ക് ദിസ്, ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ എന്തേ കാണത്തുള്ളൂ? ഒരു റെക്ടാങ്കുലർ സെക്ഷനെ കാണത്തുള്ളൂ. ആ റെക്ടാങ്കുലർ സെക്ഷനിൽ എന്ത് കാണാൻ പറ്റും? അവൻ്റെ ഹൈറ്റ് കാണാൻ പറ്റും. ദാറ്റ് ഈസ് 3 മീറ്റർ ഹൈറ്റ് കാണാൻ പറ്റും. ലെറ്റ്സ് സേ ഇങ്ങനെയാണ്, നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം അല്ലേ. എന്താ, ഇങ്ങനെയാണ് അവൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഫ്ലോട്ട് ചെയ്യും. ദിസ് ഇസ് ദ സിലിണ്ടർ. പക്ഷേ ഈ സിലിണ്ടറിന്റെ മുകളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കാണുന്നത്? ഈ കാണുന്ന സർക്കുലർ ക്രോസ് സെക്ഷൻ അല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ശരിയല്ലേ? അപ്പോൾ നമ്മുടെ സർക്കുലർ മുകളിൽ നോക്കുന്ന പ്ലാൻ വ്യൂവിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? വി ക്യാൻ സീ ദ സർക്കുലർ ക്രോസ് സെക്ഷൻ. നോക്കുക, ഓൾമോസ്റ്റ് ഇത്രയും ഉള്ള ഒരു സർക്കുലർ ക്രോസ് സെക്ഷൻ. ഇനി നമുക്ക് ഡയമെൻഷൻസിലേക്ക് പോകാം. എത്ര ഡയമെൻഷൻ പറയുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. ഈ കാണുന്ന സിലിണ്ടറിന്റെ ഡയമീറ്റർ ക്വസ്റ്റൻ ഈ പറയുന്നുണ്ട്. എത്രയാണ്? സോളിഡ് സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 4 മീറ്റർ ആണെന്ന് പറയുന്നത്. ദിസ് ഇസ് 4 മീറ്റർ, ശരിയല്ലേ? ഇവന്റെ ഈ കാണുന്ന ടോട്ടൽ ഹൈറ്റ് എത്ര എന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് ടോട്ടൽ ഹൈറ്റ്? ദിസ് ഈസ് 3 മീറ്റർ എന്ന് ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. വേറെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? The specific gravity of the cylinder, that is density of the cylinder തന്നിട്ടുണ്ട്. 0.6 in 1000 ചെയ്യുക, that is 600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ആരെന്ന് പറയുന്നത്? നമ്മുടെ സിലിണ്ടറിന്റെ എന്തെന്ന് പറയുന്ന സാധനം, ഡെൻസിറ്റി. ഗിവൺ ടൈറ്റിൽ ആണ്, നമ്മളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ആൻസറിലേക്ക് കിടക്കാം. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ഇറ്റ്സ്, എവിടെ പറഞ്ഞത്? മെറ്റാസെൻട്രിക് ഹൈറ്റ്. സെയിം സാധനം, ദാറ്റ് ഈസ് GM ഈസ് ഈക്വൽ ടു I divided by volume of submerged volume minus BG. BG means എന്താണ്? നമ്മുടെ സെന്റർ ഓഫ് ബോയൻസി മുതൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ദൂരമാണ് നമ്മൾ BG എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ആക്സിസ് ഒന്ന് വരച്ച് പോകാം. ലെറ്റ്സ് സേ ദിസ് ഈസ് ദ ആക്സിസ്. ലെറ്റ്സ് സേ ദിസ് ഈസ് ദ ആക്സിസ്. ദിസ് ഈസ് ദ ആക്സിസ്. ഓക്കെ, ദിസ് ഈസ് ദ ആക്സിസ്. ഈ ആക്സിസിൽ എവിടെയായിരിക്കും നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കാണുന്ന ഡെപ്തില്ലേ, ഈ കാണുന്ന ഡെപ്തിന്റെ നേർ പകുതിയിലായിരിക്കും ആര് വരുന്നത്? സെന്റർ ഓഫ് ഗ്രാവിറ്റി. ലെറ്റ്സ് സേ ഈ കാണുന്ന പെർട്ടിക്കുലർ പൊസിഷനിൽ ആര് വരും? സെന്റർ ഓഫ് ഗ്രാവിറ്റി വരും. തൊട്ട് താഴെ ഈ ഇമേഴ്സ്ഡ് വോളിയത്തിന്റെ സെന്ററിൽ ആര് വരും? സെന്റർ ഓഫ് ബോയൻസി വരും. ഈ കാണുന്ന ബോട്ടം പോർഷൻ തൽക്കാലം എ എന്ന് വിളിച്ചിട്ടുണ്ട്, നമുക്ക് കണ്ടെത്താൻ വേണ്ടി. സോ നമുക്ക് ആദ്യം എവിടെ പോകാം? BG യെ തിരക്കി പോകാം. BG ഇല്ലേ? വാട്ട് ഈസ് BG? BG ഈസ് ഈക്വൽ ടു AG മൈനസ് AB. AG മൈനസ് AB. AB കിട്ടണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഈ കാണുന്ന ഇമേഴ്സ്ഡ് ഡെപ്ത് ആയ സ്മോൾ h കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? AB കിട്ടൂ. കാരണം AB എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സ്മോൾ h ഇമേഴ്സ്ഡ് ഡെപ്തിന്റെ നേർ പകുതിയായിരിക്കും അല്ലേ. AB എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? നമ്മുടെ ഇമേഴ്സ്ഡ് ഡെപ്തിന്റെ നേർ പകുതിയായിരിക്കും. അപ്പൊ നമുക്ക് ഇമേഴ്സ്ഡ് ഡെപ്ത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. തൊട്ടു മുന്നേ കണ്ടുപിടിച്ചില്ലേ? അതേ സെയിം പ്രൊസീജിയർ അപ്ലൈ ചെയ്താൽ മതി. എന്താണ് അതേ പ്രൊസീജിയർ എന്ന് പറയുന്നത്? ഈ കാണുന്ന സിലിണ്ടർ ഫ്രീലി ഫ്ലോട്ടിംഗ് ആണ്. 2 ഫോഴ്സുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഒന്ന് പോയിന്റ് G, ഗ്രാവിറ്റിയിൽ കൂടെ എന്ത് ആക്ട് ചെയ്യുന്നു? വെയിറ്റ് ആക്ട് ചെയ്യുന്നു. സെന്റർ ഓഫ് ബോയിൻസിൽ നിന്ന് അപ്വേർഡ് ഡയറക്ഷനിൽ ബോയിന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. സോ ഫ്രം ഹിയർ നമുക്ക് എന്ത് പറയാം? ബോയൻസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദ സിലിണ്ടർ എന്ന് പറയാം. എന്താ ബോയന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഇൻറ്റു G ഇൻറ്റു സബ്മർജ്ഡ് വോളിയം, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? വോളിയം ഓഫ് ഡിസ്പ്ലേസ്ഡ് ലിക്വിഡ് എന്ന് പറയാം. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? mg. എം എല്ലാവർക്കും അറിയാം. വാട്ട് ഈസ് എം? എം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു G. ഈ വോളിയം എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം ഓഫ് ദ സിലിണ്ടർ ആണ്. ഈ കാണുന്ന റോ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡെൻസിറ്റി ഓഫ് ദ സിലിണ്ടർ ആണ്. ഈ കാണുന്ന സോളിഡ് സിലിണ്ടർ, ദാറ്റ് ഈസ് 600 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. ഇനി നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഇൻറ്റു G ഇൻറ്റു ഇവിടെ ഈ കാണുന്ന വോളിയം നിങ്ങൾക്ക് അറിയില്ല. വാട്ട് ഈസ് വോളിയം? ഈ കാണുന്ന സർക്കുലർ, ഈ കാണുന്ന സിലിണ്ടറിന്റെ വോളിയം എന്താണ്? ഈ കാണുന്ന ക്രോസ് സെക്ഷണൽ
ഏരിയ ഇൻറ്റു ലെങ്ത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സിലിണ്ടറിന്റെ വോളിയം കിട്ടും. സെയിം ആണ്. അപ്പൊ നേരെ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന ഡിസ്പ്ലേസ്ഡ് അല്ലെങ്കിൽ ഈ കാണുന്ന ഇമ്മേഴ്സ്ഡ് സിലിണ്ടറിന്റെ വോളിയം എങ്ങനെ കണ്ടെത്തും? ഈ കാണുന്ന സർക്കുലർ ക്രോസ് സെക്ഷൻ ഇൻറ്റു ആ ഇമ്മേഴ്സ്ഡ് ഡെപ്ത് ചെയ്താൽ പോലെ. ലെറ്റ്സ് സേ സർക്കുലർ ക്രോസ് സെക്ഷണൽ ഏരിയ ഞാൻ എ എന്ന് വിളിച്ചോട്ടെ. എ ആണ് സർക്കുലർ ക്രോസ് സെക്ഷണൽ ഏരിയ. ഇവിടുത്തെ ഇമ്മേഴ്സ്ഡ് വോളിയം എത്രയാണ്? ഡെപ്ത് എത്രയാണ്? h ആണ്. ദെൻ ഡെൻസിറ്റി ഓഫ് ദ സിലിണ്ടർ, റോ സിലിണ്ടർ ഇൻറ്റു ടോട്ടൽ വോളിയം ഓഫ് സിലിണ്ടർ എന്താണ്? ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സിലിണ്ടർ ഇൻറ്റു ടോട്ടൽ ഡെപ്ത് ഓഫ് ദ സിലിണ്ടർ ഇൻറ്റു ജി ഉണ്ട്. ഈ ജി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ തന്നെ കട്ട് ചെയ്യலாம். ദിസ് ഇസ് ജി വിൽ ക്യാൻസൽ. ജി മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ഈ കാണുന്ന ഇമേഴ്സ്ഡ് വോളിയം ആണെങ്കിലും ശരി, ടോട്ടൽ വോളിയം ഓഫ് സിലിണ്ടർ ആണെങ്കിലും ശരി, രണ്ടിന്റെയും ക്രോസ് സെക്ഷണൽ ഏരിയ സെയിം അല്ലേ? സോ ഏരിയ എന്തായി പോകുന്നു? ഇവിടെ നിന്ന് കട്ടായി പോകുന്നു. സിമ്പിൾ ആണ്. ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ സിമ്പിൾ സ്റ്റെപ്പ് വരെ ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ. ചില ആൾക്കാർക്ക് ഇതായാലും ഇപ്പം ബോറിംഗ് ആയിരിക്കും, സിമ്പിൾ സ്റ്റെപ്സ് വരെ പറഞ്ഞ് സാർ സമയം കളയുന്നു തോന്നരുത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നവർക്ക് ഒരല്പം പ്ലേ ബാക്ക് സ്പീഡ് കൂട്ടിയിട്ട് കാണാം. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ഇമേഴ്സ്ഡ് ഡെപ്ത് ആയ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലെ സ്മോൾ എച്ച് കണ്ടെത്താം. സ്മോൾ എച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ സിലിണ്ടർ, ശരിയല്ലേ, ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഇൻറ്റു ക്യാപിറ്റൽ എച്ച്, ശരിയല്ലേ. ഡെൻസിറ്റി ഓഫ് ദ സിലിണ്ടർ എത്രയാണ്? 600. ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ആരാണ് ഇവിടെ? ഹു ഇസ് ദ ഫ്ലൂയിഡ് ഹിയർ? വാട്ടർ ആണ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് 1000 ഇല്ലേ, ഇൻറ്റു ക്യാപിറ്റൽ എച്ച്, ദാറ്റ് ഈസ് 3 മീറ്റർ ആണ്. അപ്പോൾ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ഡെപ്ത് ഓഫ് ഇമേർഷൻ. ഡെപ്ത് ഓഫ് ഇമേർഷൻ എത്ര കിട്ടി? ദാറ്റ് ഈസ് 1.8 മീറ്റർ ആണ്. ആരെന്ന് പറഞ്ഞത്? സ്മോൾ എച്ച് എന്ന് പറഞ്ഞത്. ഈ സ്മോൾ എച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ബി ജി കിട്ടി. വാട്ട് ഈസ് ബി ജി? ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. വാട്ട് ഈസ് ബി ജി? സിംപ്ലി എ ജി മൈനസ് എ ബി. എ ജി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എച്ച് ബൈ 2 ആണ്. ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞാൽ 3 അല്ലേ, ദാറ്റ് ഈസ് 3/2 ആണ്. എ ബി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാണുന്ന h/2 ആണ്, ദാറ്റ് ഈസ് 1.8 മീറ്റർ ബൈ 2 ആണ്. ദാറ്റ് ഈസ് ദ ആൻസർ വിൽ ബി 0.6 മീറ്റർ, ദാറ്റ് ഈസ് 0.6 മീറ്റർ ആണ്. ആരെന്ന് പറയുന്നത്? നമ്മുടെ ബി ജി എന്ന് പറയുന്ന ആ ലെങ്ത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ആരാ വേണ്ടത്? സബ്മർജ്ഡ് വോളിയം വേണം. വാട്ട് ഈസ് സബ്മർജ്ഡ് വോളിയം? സബ്മർജ്ഡ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ സിലിണ്ടർ ഇൻറ്റു ആ സബ്മർജ്ഡ് ഡെപ്ത് ചെയ്യുക. സബ്മർജ്ഡ് ഡെപ്ത് ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ, h 1.8 മീറ്റർ. വാട്ട് ഈസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എ സർക്കുലർ സെക്ഷൻ? π/4 d സ്ക്വയർ. ഡി എത്രയാണ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്? ദാറ്റ് ഈസ് 4 സ്ക്വയർ ഇൻറ്റു h എത്രയെന്ന് പറയുന്നത്? 1.8 മീറ്റർ ആണ്. സോ ഫ്രം ഹിയർ വി വിൽ ഗെറ്റ് ദ വോളിയം ഓഫ് സബ്മർജ്ഡ് പാർട്ട്. അതിവിടെ കണ്ടുപിടിച്ചിട്ടില്ലേ? വേണ്ട, തൽക്കാലം നിങ്ങൾ നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യം എന്താണ്? ഐ വൈ ബൈ അല്ലേ? ഈ കാണുന്നത് ഇവിടെ നോക്കൂ, ഇതൊരു എന്ത് സെക്ഷൻ ആണ്? സർക്കുലർ ക്രോസ് സെക്ഷൻ. അവിടെ നമ്മൾ എബൌട്ട് എക്സ് ആക്സിസ് ആണെങ്കിലും എബൌട്ട് വൈ ആക്സിസ് ആണെങ്കിലും സിമെട്രിക്കലാണ്. നമുക്ക് ഈ വൈ ആക്സിസിന് എടുത്ത് പോകാം. സോ ഐ വൈ വൈ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? π/64 d. ഡി എന്ന് പറഞ്ഞാൽ 4/4 ആണ്. π/64 d/4 എന്ന് പറഞ്ഞാൽ ആൻസർ കിട്ടും 4π m/4. 4π m/4 ആണ്. ആരെന്ന് പറഞ്ഞാൽ ഐ ബൈ. ഇത് സ്പീഡാപ്പ് പോകാൻ കാരണം ഇതൊക്കെ എവിടെ പഠിപ്പിച്ചിട്ടുണ്ട്? മറ്റേ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഫോഴ്സസും സബ്മർജ്ഡ് പ്ലെയിൻസിനകത്ത് ട്രയാങ്കുലറും റെക്ടാങ്കുലറും സർക്കുലർ സെക്ഷൻ ഒക്കെ പഠിപ്പിച്ചിട്ടില്ലേ? അവിടെയും നമ്മൾ ഐ കണ്ടെത്തിയിട്ടുണ്ട്. π/64 d/4 അതാണ് സ്പീഡായിട്ട് പോയിരിക്കുന്നത്. ഇനി നേരെ നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാട്ട് ഈസ് ജി എം? ജി എം ഈസ് ഈക്വൽ ടു ഐ വൈ വൈ ഡിവൈഡഡ് ബൈ സബ്മർജ്ഡ് വോളിയം മൈനസ് ബി ജി. ഐ വൈ എത്ര കിട്ടും? ആൻസർ 4π. ഇവിടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളൂ. ദ ആൻസർ വിൽ ബി π/4 d സ്ക്വയർ ആയ 4 സ്ക്വയർ ഇൻറ്റു 1.8 മൈനസ് ബി ജി. വി ഗോട്ട് ബി ജി എത്രയാണ്? 0.6 മീറ്റർ. ഇത്രയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വാട്ട് വി വിൽ ഗെറ്റ് ദ വാല്യൂ. ഞാൻ ആ വാല്യൂ പറഞ്ഞുതരാം. ദ ആൻസർ വിൽ ബി മൈനസ് 0.05 meter. This is our GM. That is metacentric height. ഈ ക്വസ്റ്റ്യനകത്ത് മെറ്റാസെൻട്രിക് ഹൈറ്റ് മാത്രമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും ഈ കേസിൽ ഈ കാണുന്ന സിലിണ്ടറിന് ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാൻ പറയും. മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറയത്തില്ല. ഫൈൻഡ് ദ ഇക്വിലിബ്രിയം ഓഫ് ദ ഗിവൻ സിലിണ്ടർ എന്ന് പറയും. അത് അവൻ സ്റ്റേബിൾ ആണോ, ന്യൂട്രൽ ആണോ, അതോ അൺസ്റ്റേബിൾ ആണോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാം? തൊട്ടു മുന്നേ ഞാൻ കൺസെപ്റ്റൽ ക്ലാസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇഫ് ദ വാല്യൂ ഓഫ് ദ GM ഈസ് പോസിറ്റീവ്, ദെൻ ദ
then the body is in stable equilibrium. If the value of the GM is less than 0, നെഗറ്റീവ് ആണെങ്കിൽ അവൻ എന്തിലായിരിക്കും? അവൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണ്. ഇവിടെ കണ്ടോ, ജി എമ്മിന്റെ വാല്യൂ എന്തിലാണ് കിടക്കുന്നത്? നെഗറ്റീവിലാണ്. വിച്ച് മീൻസ് ദിസ് നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് that the cylinder is in unstable equilibrium. എന്ത് equilibrium ആണ്? Cylinder is in unstable equilibrium. Unstable equilibrium. Okay? Unstable equilibrium. അപ്പോൾ ഇവിടെ നമ്മൾ വെറുതെ സിമ്പിൾ ആയിട്ട് ഫൈൻഡ് ദ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് എന്തായിരിക്കും? ഈ തന്നിരിക്കുന്ന ഗിവൻ സിലിണ്ടർ അവൻ്റെ ഇക്വിലിബ്രിയം സ്പെസിഫൈ ചെയ്യാൻ പറയും. എന്ത് ഇക്വിലിബ്രിയത്തിലാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നേരെ ജി എം കണ്ടെത്തുക. ജി എമ്മിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ദ ഇക്വിലിബ്രിയം ഈസ് അൺസ്റ്റേബിൾ എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ ഇതോടുകൂടി ഒരുവിധപ്പെട്ട ബേസിക് ആയിട്ടുള്ളതും ഒരു നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട, ഉറപ്പായും മനസ്സിലാക്കിയിരിക്കേണ്ട ബേസിക് ലെവൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ മീഡിയം ലെവൽ പ്രോബ്ലംസ് ഉള്ള പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കൃത്യമായി നിങ്ങൾ പഠിക്കുക. ഇത് കൺസെപ്ച്വലി മാത്രമേ നിങ്ങൾ പഠിക്കാൻ പാടുള്ളൂ. ഇത് ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്യരുത്. കാരണം ഇതാണ് ബേസിക്സ്. ബേസിക്സ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത് ഏത് ടോപ്പിക് ആണെങ്കിലും. അപ്പോൾ എൻ്റെ ജോലി എന്താണ്? നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടമെന്റൽസും ബേസിക്സും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആക്കുക. വിച്ച് മീൻസ് ആ ബേസിക്സും കൺസെപ്റ്റ്സും പഠിച്ചു കഴിഞ്ഞാൽ ഏത് ലെവലിൽ വന്ന പ്രോബ്ലംസ് ചോദിച്ചാലും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്കത് 100% കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടണം. അതാണ് എൻ്റെ ജോലി. ഓക്കെ അല്ലേ?